ഹോപ്പ് ഡയമണ്ട് ഒരു 45.52 ക്യാരറ്റ് കളറിലുള്ള ഡീപ്പ് ബ്ലൂ കളറിലുള്ള ഒരു ഡയമണ്ടാണ്. ഇത് കേഴ്സ്ഡ് ആണ് എന്നും പറയപ്പെടാറുണ്ട്. അതായത് ശപിക്കപ്പെട്ട ഒരു ഡയമണ്ടാണ് എന്ന് പറയപ്പെടുന്ന ഒരു രത്നമാണ് ഈ ഹോപ്പ് ഡയമണ്ട്. ഹോപ്പ് ഡയമണ്ട് 17ാം സെഞ്ച്വറിയിൽ, അതായത് 17ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്നും കണ്ടെടുത്തതാണ്. നമുക്കറിയാം, ഇന്ത്യയിലായിരുന്നു, നമ്മൾ ഡയമണ്ടിൻ്റെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്, ഇന്ത്യയിലായിരുന്നു ആദ്യം ഡയമണ്ടുകൾ കുഴിച്ചെടുത്തത്. ഇന്ത്യയിൽ നമ്മുടെ ആന്ധ്രാപ്രദേശിൽ, മുമ്പത്തെ ആന്ധ്രാപ്രദേശിലായിരുന്ന ഗോൾക്കൊണ്ട മൈനിലും അതുപോലെ തന്നെ കൊല്ലൂർ മൈൻസിലും ആണ് കൂടുതലായിട്ടും ആദ്യകാലങ്ങളിൽ ഡയമണ്ട്സ് കണ്ടെടുത്തിരുന്നത്. ഇന്ത്യ മാത്രമായിരുന്നു ഒരു സോഴ്സ്. അങ്ങനെ 17ാം നൂറ്റാണ്ടിൽ കണ്ടെടുത്ത ഡീപ്പ് ബ്ലൂ കളറിൽ വരുന്ന, അതായത് ബ്ലൂ കളറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബ്ലൂ കളറിൽ വരുന്ന ഡയമണ്ട് വളരെ റെയറാണ്. ഡീപ്പ് ബ്ലൂ കളറിൽ വരുന്ന ഒരു 45 ക്യാരറ്റ് സൈസിലുള്ള ഒരു ഡയമണ്ടാണ് ഈ ഹോപ്പ് ഡയമണ്ട് എന്ന് പറയുന്നത്. ഹോപ്പ് ഡയമണ്ടിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ, കിങ് ലൂയി 14ാമൻ്റെ കയ്യിൽ യൂറോപ്പിൽ 17ാം നൂറ്റാണ്ടിൽ എത്തിപ്പെടുകയും അവിടുന്ന് ഫ്രഞ്ച് റവല്യൂഷനിൽ ഈ അപൂർവമായിട്ടുള്ള ഈ ഒരു ഡയമണ്ട് കാണാതായി പോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അത് കണ്ടെടുത്തത് വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിലാണ്. അത് ഹെൻറി ഫിലിപ്പ് ഹോപ്പ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലാണ് ഇത് വന്നത്. അതിനുശേഷമാണ് ഈ ഡയമണ്ടിന് ഹോപ്പ് ഡയമണ്ട് എന്നുള്ള പേര് വന്നത്. ഹെൻറി ഫിലിപ്പ് ഹോപ്പ് എന്ന പേരുള്ള ആളുടെ കയ്യിൽ വന്നതിന് ശേഷമാണ് ഈ ഡയമണ്ടിന് ഹോപ്പ് ഡയമണ്ട് എന്നുള്ള പേര് വന്നത്. ഇത് കേഴ്സ്ഡ് ഡയമണ്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് എങ്ങനെയാണ് കേഴ്സ്ഡ് ഡയമണ്ട് ആയത്? കേഴ്സ്ഡ് ഡയമണ്ട് ആയതെന്ന് വെച്ചാൽ, ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടുള്ള ഓരോ ആൾക്കാരുടെയും, അതായത് ഇത് കൈവശം വെച്ചിട്ടുള്ള ഓരോ ആൾക്കാർക്കും അവർക്ക് സാമ്പത്തികമായ തകർച്ചകളും ഹെൽത്ത് ഇഷ്യൂസും പിന്നെ മരണപ്പെടുകയും സൂയിസൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഡയമണ്ട് ഒരു കേഴ്സ്ഡ് ഡയമണ്ട് ആണെന്നുള്ള ഒരു വിശ്വാസം വന്നത്. ഇപ്പോൾ പക്ഷേ എന്നാൽ അത് സ്മിത്സൺ മ്യൂസിയത്തിൽ ആർക്കും ഉപദ്രവം ചെയ്യാണ്ട് അതവിടെ തന്നെ സ്വസ്ഥമായി കിടക്കുന്നുണ്ട്. റെസ്റ്റിംഗ് ഇൻ പീസ് എന്ന് പറയാം. പിന്നെ അതവിടെ തന്നെ ഉണ്ട്. അതാണ് നമ്മുടെ ഹോപ്പ് ഡയമണ്ട് എന്ന് പറയുന്നത്.